ഈ വരുന്ന ജൂൺ 28 പൾസ് പോളിയോ ഡേ ആണെന്നുള്ള കാര്യം നമ്മളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. പല പാരൻസിനും ഇതിനെക്കുറിച്ച് പല ഡൗട്ടുകളുണ്ട്. അതിൽ ചിലതൊക്കെ നമുക്കിന്ന് ക്ലാരിഫൈ ചെയ്യാം. അതിൽ ആദ്യത്തേത്, എൻ്റെ കുട്ടിക്ക് ഇതിലുള്ള എല്ലാ വാക്സിൻസും കൃത്യമായി എടുത്തതാണ്. പ്രത്യേകിച്ച് 1.5 മാസത്തിൽ, 2.5 മാസത്തിൽ, 3.5 മാസത്തിലുള്ള വാക്സിൻസൊക്കെ, അതിലൊക്കെ പോളിയോ അടങ്ങിയ വാക്സിനാണ് കുട്ടിക്ക് നൽകിയത്. എങ്കിലും ആ കുട്ടിക്ക് പിന്നെയും പൾസ് പോളിയോ നൽകേണ്ടതുണ്ടോ എന്നുള്ളതാണ്. തീർച്ചയായും കൊടുക്കണം. കാരണം നമ്മൾ റെഗുലറായിട്ട് എടുക്കുന്ന വാക്സിൻസ് നമ്മുടെ കുഞ്ഞിന് പോളിയോയിൽ നിന്നുള്ള പ്രൊട്ടക്ഷനാണ് നൽകുന്നത്. എന്നാൽ പൾസ് പോളിയോക്ക് മറ്റൊരു ലക്ഷ്യം കൂടിയുണ്ട്. ഇത് രണ്ടും ഒരേപോലെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒന്ന്, നമ്മുടെ കുഞ്ഞിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ പൾസ് പോളിയോ നമ്മുടെ ചുറ്റുമുള്ള കുട്ടികളെ കൂടി സംരക്ഷിക്കുന്നു. രണ്ടാമതായി, എൻ്റെ കുട്ടിക്ക് കഴിഞ്ഞ മാസമാണ് പോളിയോ തുള്ളിമരുന്ന് നൽകിയത്. ഇനി പൾസ് പോളിയോയുടെ പിന്നെയും നൽകണോ എന്നുള്ളതാണ്. അതെ, തീർച്ചയായും കൊടുക്കണം. പോളിയോ തുള്ളിമരുന്ന് അധിക ഡോസായി നൽകുന്നതുകൊണ്ട് യാതൊരു ദോഷവുമില്ല. പ്രൊട്ടക്ഷൻ കൂടുകയേ ഉള്ളൂ. ഈ 2 ഡോസുകൾ തമ്മിൽ മിനിമം ഇൻ്റർവെൽ ഇത്ര ദിവസം വേണമെന്നുള്ള യാതൊരു നിബന്ധനയുമില്ല. പൾസ് പോളിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സമൂഹത്തിലെ എല്ലാ കുട്ടികൾക്കും ഒരേ ദിവസം തന്നെ മാക്സിമം ആളുകൾക്ക് പോളിയോ തുള്ളിമരുന്ന് കൊടുക്കുക എന്നുള്ളതാണ്. മൂന്നാമതായി, എൻ്റെ കുട്ടിക്ക് ചെറിയ ചുമയോ ജലദോഷമോ വയറിളക്കമോ ഉണ്ട്. ആ സാഹചര്യത്തിൽ പോളിയോ തുള്ളിമരുന്ന് നൽകാവോ എന്നുള്ളതാണ്. തീർച്ചയായും കൊടുക്കാൻ. ചെറിയ പനിയോ ചുമയോ വയറിളക്കമോ ഒന്നും പോളിയോ തുള്ളിമരുന്ന് കൊടുക്കുന്നതിന് തടസ്സമല്ല. കഠിനമായ അസുഖം കാരണം ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെടുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് അസുഖം ഭേദമായതിനു ശേഷം പോളിയോ തുള്ളിമരുന്ന് കൊടുക്കാവുന്നതാണ്. നാലാമത്തേതായി, ഇതൊരു സുരക്ഷിതമായ വാക്സിനാണോ? എൻ്റെ കുട്ടിക്ക് 1 മാസത്തിന് താഴെ പ്രായമായിട്ടുള്ളൂ, അങ്ങനെയുള്ള കുട്ടിക്ക് കൊടുക്കാവോ എന്നുള്ളതാണ്. തീർച്ചയായും കൊടുക്കാം. ജനിച്ച് വീണ അന്നു മുതൽ കുട്ടികൾക്ക് പോളിയോ വാക്സിൻ സുരക്ഷിതമായി നൽകാവുന്നതാണ്. ലോകമെമ്പാടും കോടിക്കണക്കിന് ഡോസുകൾ ഇതിനോടകം കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. 2014 മുതൽ ഇന്ത്യ പോളിയോ വിമുക്ത രാജ്യമാണ്. അങ്ങനെയൊരു നേട്ടം നമ്മുടെ രാജ്യത്തിന് നേടാനായതിൽ ഈ വാക്സിൻ വളരെയധികം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം ആശങ്കകളൊന്നുമില്ലാതെ തന്നെ നമ്മുടെ കുട്ടിക്ക് ഈ വാക്സിൻ ധൈര്യമായി നൽകാം. ഈ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യാം.